എല്ലാവർക്കും നമസ്കാരം. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് നാളെ രാവിലെ 11 മണിയോടുകൂടി കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. എല്ലാത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ആശങ്കകളായിരിക്കും, നമുക്ക് എന്ത് ലഭിക്കുമെന്നുള്ളത്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ മൂല്യത്തിന്റെ കാര്യത്തിൽ ഡോളറിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു വലിയൊരു ഇടിവ് നമുക്ക് സംഭവിച്ചു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എയിംസ് തന്നെയായിരിക്കും. ഇത്തവണയെങ്കിലും എയിംസ് നമുക്ക് ലഭിക്കുമോ? അതുപോലെ തന്നെ കേരള സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തൊരു കാര്യം സിൽവർ ലൈൻ പദ്ധതി, അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തായാലും കച്ചവട രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കാർഷിക രംഗത്തായാലും കേരളം എന്ത് പ്രതീക്ഷിക്കണം? ഇതെല്ലാം ഒരു ചോദ്യങ്ങളാണ്. നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊന്നും വേണ്ട. അവർ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഈ നാട്ടിലെ ഓരോ ഇടത്തെയും പൾസ് തൊട്ടറിയാൻ സാധിക്കുന്നത് യൂത്തിനായിരിക്കും. അവർക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരി ആശങ്കകൾ ഉണ്ടാവും. നമുക്കത് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മളോട് ഈ വിഷയത്തിൽ ചേരുന്നത് ഋതുവാണ്. ഋതു, നമസ്കാരം. ഋതു, എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ഋതുവിൻ്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആകാംക്ഷകൾ? എനിക്ക് ഞാൻ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമുക്ക് തുടങ്ങേണ്ടി വരും. കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമാണ്. അവരെ തൊഴിലിലേക്കും എത്തിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായതുകൊണ്ട് തന്നെ. അപ്പോൾ തൊഴിൽ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എത്രത്തോളം സഹായകരമാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇപ്പോൾ ക്യാമ്പസ് ടു കോർപ്പറേറ്റ്സ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി ഉള്ളത്. ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരാൾ കോർപ്പറേറ്റ്സിലേക്ക് പോവുക എന്നുള്ളതിന് പകരം ഒരു സംരംഭകരാവുക എന്നുള്ള നിലയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന വിധത്തിൽ ക്യാമ്പസിൽ നിന്ന് ഡയറക്റ്റായിട്ടും ഓണ്ടർപ്രണേഴ്സായി മാറുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിൽ തന്നെ വനിതാ സംരംഭകർ കൂടുതൽ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്ന വിധത്തിലുള്ള, അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. ആ മേഖലയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം എടുക്കേണ്ടി വരും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ എത്രത്തോളം ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയത്തില്ല. എങ്കിലും കൂടുതലായിട്ടും ഇപ്പോൾ നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ കോർപ്പറേറ്റ് രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അതിനെ ലാഭത്തിലാക്കാനുള്ള എന്തൊക്കെ നടപടികൾ നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ CSR ഫണ്ട്, EPR ഫണ്ട് ഒക്കെ വിനിയോഗം എങ്ങനെയൊക്കെ അത് അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിൽ അത് കൂടുതൽ നമ്മുടെ വിവിധ മേഖലകളിലേക്ക് അലോക്കേഷൻ ഉണ്ടായിരിക്കണം. റെയിൽവേയുടെ മേഖലയിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ മേഖല. അതിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെയാണ് ആ വിഷയങ്ങളിൽ സംസാരിക്കാനുള്ളത്. ഋതുവിന് ഈ മേഖലയിൽ കുറച്ച് നാളായിട്ട് പരിചയമുള്ള ആളാണ്, ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കും, ഒരുപാട് പ്രതീക്ഷകൾ, ഒത്തിരി മേഖലയിൽ പോലും ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കും.
അവസാനം ചിലപ്പോൾ ബഡ്ജറ്റ് വരുന്ന സമയത്ത് 1-2 മേഖലകൾ ഒന്ന് തൊട്ട് കാണിച്ചിട്ട് ബാക്കിയുള്ളത് ഒന്നുകിൽ പഴയ രീതി അല്ലെങ്കിൽ എന്തുവാ ചിലതിന് ഒന്നുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ ഒരു രീതിയിലോട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ചില ബഡ്ജറ്റുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നാളെ അങ്ങനെ ഒരു നാളെ ബഡ്ജറ്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തന്നെ ആയിരിക്കുമോ? എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതീക്ഷകൾക്ക് ഒത്ത് ബഡ്ജറ്റ് ഉയരണമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഉള്ള നമ്മൾ അത്തരത്തിൽ തന്നെ ഉയരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെ ഒരു പരിപാടിയുണ്ട്, നൈൻ ഈസ് മൈൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GDP-യുടെ 9% വിദ്യാഭ്യാസ മേഖലയിൽ അലോക്കേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട്. അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുമ്പ് അങ്ങനെ ഉൾപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും എന്നാണ് തോന്നുന്നത്. ആ മേഖല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാനുള്ളത്. കൃഷിക്ക് ഒരു വകയുണ്ട് അല്ലേ? താങ്ക് യു. അടുത്തായി നമ്മളോട് ചേരുന്നത് ആശയാണ്. ആശയ നമസ്കാരം. എന്താണ് ആശയുടെ ഒരു കൺസെപ്റ്റ്? ഈ ഒരു നാളെ ബജറ്റ് വരുവാണ്, അതിനെപ്പറ്റി എന്താണ് ആശയുടെ മനസ്സിലുള്ളത്? ഈ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളവും അതുപോലെ തന്നെ കേന്ദ്രവും തമ്മിൽ കുറച്ച് കാര്യങ്ങളിൽ ഒരു പിടിവാശിയിലാണ്. കാരണം ആദ്യം തന്നെ സിൽവർ ലൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ DPR പൊളിച്ചെഴുതാൻ കേരള സർക്കാർ ഒരിക്കലും തയ്യാറില്ല. അതുപോലെ തന്നെ PM ശ്രീ എന്ന കേരളത്തിൻ്റെ സ്കൂളുകൾ നിർമ്മിക്കുന്ന ആ ഒരു പദ്ധതിയിൽ കേന്ദ്ര ബ്രാൻഡിങ് വേണമെന്ന് പറയുന്നുണ്ട്. അത് കേരള സർക്കാർ അതിനും തയ്യാറല്ല. അപ്പം 4306 കോടി രൂപയാണ് അതിലൂടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ FCI വഴി നെല്ല് സംഭരിച്ച് അരിയാക്കുന്ന കാര്യത്തിലും 1077 കോടിയും അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കേന്ദ്രവും കേരളവും തമ്മിൽ പിടിവാശിയിലായ കാരണം ബഡ്ജറ്റിൻ്റെ കാര്യത്തിലും അതെങ്ങനെ അതിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് 2024-25 സമയത്തുള്ള ബഡ്ജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൂടുതൽ പാക്കേജുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പാക്കേജുകളിൽ കേരളവും ഉൾപ്പെടണമെന്നാണ് ഈ പ്രാവശ്യം നമ്മുടെ ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം ടൂറിസം മേഖലയിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുതുകാട് ഒരു സ്പെഷ്യൽ ടൈഗർ ഒരു എന്താ പറയുക, നമ്മൾ ഈ പാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത്തരം സംഭവം ഇപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന് DPR ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ അത് കൂടാണ്ടും വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ഒരു 5000 കോടി കിട്ടണമെന്നാണ് അവർ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവർ ആഗ്രഹിക്കുന്നത്, അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എയിംസ്, നേരത്തെ പറഞ്ഞാൽ എയിംസ് തുടങ്ങാനായിട്ടും. പിന്നെ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകൾ 70 കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കേരളം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും 588 ഹോസ്പിറ്റലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ട് ചികിത്സയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ ആൾക്കാരെ തിരിച്ചയച്ചു. അപ്പോൾ ഇതും ഈ ഒരു കേന്ദ്രവും കേരളവും തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ വരുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലും അടിസ്ഥാന പലിശ നിരക്ക് കുറയുന്നില്ല, അതോടെ കടബാധ്യത കൂടുകയാണ്. ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് പെൻഷൻ, പലിശ, അതുപോലെ തന്നെ കടം, ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ധനസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി 15ാമതാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഇനി ഉയരേണ്ടതുണ്ട്. ഇപ്പം നമുക്കറിയാം വാരിയബിൾ റീപ്പോ റേറ്റ് വഴി അതായത് ഫണ്ടിങ് നമ്മുടെ ഇക്കോണമിയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതോടുകൂടി ഏകദേശം 50,000 കോടി വരും എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഇക്കോണമിയിൽ പണലഭ്യത കുറവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന അവശ്യ ഭക്ഷ്യവസ്തുക്കളായ ഉള്ളി, സവാള, തക്കാളി പോലത്തുള്ള സാധനങ്ങൾക്കും
വിലക്കയറ്റമാണ്. അതുപോലെ തന്നെ മലയാളികൾ കഴിക്കുന്ന നമ്മളത് കഴിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ പഴംപൊരി, പരിപ്പോട, ഇതിനൊക്കെ GST ഒരുപാട് കൂടുതലാണ്. അതേസമയം ഇവിടെ വരുന്ന പാവ് ഭാജിക്ക് GST കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഈ GSTയുടെ ഈ ഒരു ആഘാതം ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നികുതി ഇളവ് 11 വർഷമായിട്ട് ഇത് നികുതി ഒരു ഇളവ് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നികുതി ഇളവ് വരികയാണെങ്കിൽ അത് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് വ്യക്തിഗത നികുതി ഇളവ് വരികയാണെങ്കിൽ അത് ആൾക്കാർക്ക് കുറച്ചുകൂടിയും നല്ലതായിരിക്കും. പിന്നെ ഈ പ്രസ്ത CRR, അതായത് നമ്മുടെ ഓരോ ബാങ്കുകൾ നമ്മുടെ കയ്യിൽ വെക്കുന്ന റിസർവ്സ്, അതിൻ്റെ റേറ്റ് ഡിസംബറിൽ ഈ പ്രാവശ്യം കുറച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കില്ലായിരുന്നു. അപ്പം അതും RBIയും സർക്കാരും തമ്മിൽ ഭയങ്കര ഒരു പോരായിരുന്നു. കാരണം ആളുകൾക്ക് ഈ പലിശ നിരക്ക് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നാമത് ഇവർക്ക് കിട്ടുന്ന ഒരു ശമ്പളം, അത് ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ കൂടിയും ഇൻക്രിമെന്റ് ഇല്ല എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പേരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ഈ സാലറി ഇൻക്രിമെന്റ്. അപ്പോൾ ഒരു സ്റ്റെബിലൈസ്ഡ് ഇൻകം, അതുപോലെ തന്നെ സ്റ്റെബിലൈസ്ഡ് ഒരു മാർക്കറ്റ് ഇക്കോണമി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ട് അതുപോലെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടാൻ പറ്റുള്ളൂ. കാരണം ശമ്പളം കൂടണം അതിനനുസരിച്ച്. കാരണം ചെലവുകൾ എന്ന് പറയുന്നത് എന്നും ആൾക്കാർക്ക് കൂടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുന്തോറും നമുക്ക് നമ്മുടെ സാലറിയും അതിനനുസരിച്ച് ഉയരണം. എന്നാലാണ് നമ്മുടെ GDPക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ പാക്കേജിലോട്ട്, അതായത് ട്രെയിനുകളുടെ ഇതിലോട്ട് 2770 കോടിയാണ് നീക്കി വെച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറയുന്നുണ്ടായിരുന്നു കാര്യമായ ഒരു പ്രതീക്ഷിച്ച അത്രയൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും അത് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റും. കോഴിക്കോട് വയനാട് ടണൽ 5000 കോടിയുടെ ഒരു പദ്ധതി, ഇതൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ വയനാട് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അതിൻ്റെ പിന്നോടിയായിട്ടുണ്ടായ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിനും ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ അവർ ഈ പ്രാവശ്യം ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾക്കറിയാം നമ്മുടെ 2047 ഒരു വികസന ഒരു റോഡ് മാപ്പ് മൈൻഡിൽ വെച്ചിട്ട് ആണ് നമ്മുടെ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെച്ചത്. ഒരു വിമൻ, അതുപോലെ തന്നെ യൂത്ത്, അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർ, ഫാമേഴ്സ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി ഒരു വികസിത് ഭാരത് എന്ന് പറഞ്ഞൊരു സ്കീം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് 2047 ആകുമ്പോഴേക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം യൂത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അവർ നോക്കിക്കാണുന്നത് നമ്മുടെ കൊപ്ര, അതുപോലെ തന്നെ നെല്ലിന് വേണ്ടിയിട്ട് കിലോയ്ക്ക് 40 രൂപ വരെ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം എന്നാണ്. കാരണം കർഷകർ നമുക്ക് എന്നും നമ്മുടെ ഒരു സ്വത്ത് തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 23 ഒരു കിലോയ്ക്ക് അവർ കൊടുക്കുന്നത്. അപ്പോൾ കൊപ്രയ്ക്കും നെല്ലിനും 40 കിലോ വെച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു അളവ് കൂടിയതാണ്. അതിൻ്റെ ഒരു റേറ്റ് ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇത്രയും വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും കേന്ദ്രം സമ്മതിക്കുമോ എന്ന് നമുക്ക് നോക്കി കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ബഡ്ജറ്റിൽ ഇപ്പം നമ്മൾ കേരളത്തിലെ പൊതുവായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം യൂത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, അതായത് കഴിഞ്ഞ ബഡ്ജറ്റിന് പലിശരഹിത ലോണുകൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ മിക്ക സ്ഥലങ്ങളിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനൊക്കെ ആയിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കറക്റ്റായിട്ട് ആളുകൾക്ക് അറിയണമെന്നില്ല. എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രായക്കാർക്കും അത്തരം സ്കീമുകൾ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ കാരണം ഇവിടെ ഒരുപാട് നമുക്കറിയാം, ഡെയിലി നമ്മൾ പത്രങ്ങളെടുത്ത് നോക്കിയാലും നമുക്ക് ഒരുപാട് ആളുകൾ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അത് ചെറിയ കുട്ടികൾ തൊട്ട് ഒരുപാട് നമ്മുടെ ഒരു കോളേജുകളിൽ പഠിക്കുന്ന ആൾക്കാർ വരെ അതിൽ പെടും. ഇത്രയുമാണ് എൻ്റെ ഈ ബഡ്ജറ്റിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ആശയ ഒരുപാട് മേഖലയിലൂടെ കടന്നുപോയി. ഇപ്പം ഒരു സാധാരണ ഒരു യൂത്തിൻ്റെ മനസ്സിൽ ഇത്രത്തോളം കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അതൊക്കെ എല്ലാം ഈ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ആശയ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നാളത്തെ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു. അടുത്തതായി നമ്മോട് ചേരുന്നത് നയനയാണ്. നയന ഈ സാഹിത്യത്തിലൊക്കെ ഒരുപാട്
ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ഒരുപാട് എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം നയനയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും അല്ലേ നയനെ? തീർച്ചയായിട്ടും. അപ്പോൾ നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണല്ലോ. എനിക്ക് ബഡ്ജറ്റ് ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു, പല മേഖലകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എപ്പോഴും ഈ ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വിലക്കയറ്റം, ടാക്സ്, അതുപോലുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ വിലക്കയറ്റത്തിൽ നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം വില കൂടുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് വരുമാനം കൂടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പുറത്തേക്ക് പോകാനാണ് എല്ലാവരും കൂടുതലായിട്ടും പ്രിഫറൻസ് കൊടുക്കുന്നത് അതിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാക്സ്, അവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്നത്, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇതുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ഉതകുന്നതായിരിക്കണം ഇത്തവണത്തെ ബഡ്ജറ്റ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, അതിൽ നമ്മുടെ റോഡ്സ്, റെയിൽവേസ് പോലുള്ളതിലൊക്കെ അതിന് കൂടുതൽ ഫണ്ട് അനുവദിച്ച് അതിലൊരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നാൽ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടർ. അവിടെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള സ്കീമിനൊക്കെ കൂടുതൽ ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ ആ മേഖലയിലും നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പുകളെയൊക്കെ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ MSME, ഈ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, അവർക്ക് കൂടുതൽ റിസോഴ്സസ് കൊടുക്കുക. അതുപോലെ തന്നെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനമൊന്നും ഇല്ലാതെ പല സ്ഥാപനങ്ങളും പലയിടത്തും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നശിച്ചു കിടക്കുന്നതായിട്ടൊരു കാഴ്ചയുണ്ട്. അപ്പൊ അതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത് അവർക്ക് കൂടുതൽ നിക്ഷേപവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടൊക്കെ അത് നല്ല രീതിയിൽ ശോഭിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു മേഖലയാണ് ടൂറിസത്തില് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ടൂറിസത്തിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല വിദേശ സർവകലാശാലകളുമായിട്ട് ചേർന്ന് നമുക്ക് വിദേശത്തുള്ള ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഷോർട്ട് ടേം ആയിട്ടുള്ള കോഴ്സുകളൊക്കെ വെക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ടൂറിസം മേഖലയിലും അത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു മേഖലയല്ല, എല്ലാ മേഖലയിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഇത്തവണ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. നമുക്ക് പലയിടത്തും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനകത്ത് ഏതിനായിരിക്കും കൂടുതൽ നയന ഒന്നുകൂടെ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത്? ഇത് വന്നാൽ എനിക്ക് കൂടുതലായിട്ട് ഒന്നുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നയനയുടെ ഒരു എന്താ പറയുക പ്രതീക്ഷ എന്നാണ്? അതിപ്പോ നിലവില് തീരെ ഇല്ലെന്നല്ല, ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാലും ഞാൻ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോ മറ്റ് പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ഇവിടെ ഇനിയും ഒരുപാട് പുരോഗമിക്കാനുണ്ട്. അത് എല്ലാം ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് എത്ര സംസ്ഥാനങ്ങളുണ്ട്. കൂടുതലും നമ്മൾ നോക്കുമ്പോൾ അധികം വികസനമൊന്നും എത്തി നോക്കിയിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ് പലതും. അപ്പോൾ അവിടെ എല്ലാ രീതിയിലും മാറ്റം ഉണ്ടാവണം എന്നാണ്. എല്ലാ രീതിയിലും ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. താങ്ക് യു. അടുത്തായി നമ്മളോട് ചേരുന്നത് വിനയനാണ്. വിനയൻ കാസർഗോട്ടുകാരനാണ്. വിനയൻ ഈ ശാസ്ത്രരംഗത്തൊക്കെ ഒരുപാട് അറിവുള്ള ഒരാളാണ്, ഒരുപാട് അടുത്ത് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്. വിനയൻ നമസ്കാരം. വിനയൻ, എന്താണ് വിനയൻ്റെ അഭിപ്രായം ഈ ഒരു
നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. എന്താണ് വിനയൻ്റെ പ്രതീക്ഷകൾ എന്താണ്? 2025 കേന്ദ്ര ബഡ്ജറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഗവേഷണത്തിനായിട്ട് കൂടുതൽ ഫണ്ട് അനുവദിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു പ്രയോഗം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എത്രത്തോളം ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യകളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ബഡ്ജറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ഫണ്ടിങ് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ഈ ISRO നമുക്കറിയാം 100ാമത്തെ വിക്ഷേപണത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമുക്കൊരു ഫയറുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പാക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഈ ഒരു ശാസ്ത്ര രംഗത്തേക്ക് അല്ലെങ്കിൽ ISRO ഒന്നുകൂടെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഈ ബജറ്റിൽ ഉണ്ടാവുന്ന എന്താണ് വിനയൻ്റെ അഭിപ്രായം? ISROന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് നമ്മളെ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 100ാമത്തെ വിക്ഷേപണം ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നടത്തിയത്. അത് വളരെ വിജയകരമായിട്ട് നടത്തി. എന്നിരുന്നാലും നമ്മുടെ ശാസ്ത്ര ഗവേഷണത്തിൽ, അതായത് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഗവേഷണത്തിനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളിൽ അവർക്കായിട്ട് ഉള്ള ഒരു ഗവേഷണത്തിന് അവർക്ക് കിട്ടുന്ന മാസത്തിൽ കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ഇതൊക്കെ വളരെ കുറവാണ് മറ്റുള്ള രാജ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ. പുറത്തെ രാജ്യങ്ങളിലൊക്കെ 1% അവരുടെ GDP-യുടെ 1%-ലും കൂടുതലുമാണ് ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് മാത്രമായിട്ട് ചിലവഴിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്താണെങ്കിൽ അത് 0.65% ആണ് GDP-യുടെ. പിന്നെ ഗ്ലോബലി ആവറേജ് നോക്കുകയാണെങ്കിൽ അത് 1.75% ആണ് ശാസ്ത്ര ഗവേഷണങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം പിറകിലാണ്. ശാസ്ത്ര ഗവേഷണങ്ങൾക്കായിട്ട് എത്രത്തോളം GDP-യുടെ ഫണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതിൽ. അതുപോലെ തന്നെ നമ്മൾ വിനീതിപ്പോൾ പറഞ്ഞു, നമ്മൾ ശാസ്ത്രരംഗത്ത് വളരെ സാമ്പത്തികമായ വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പം നമ്മൾ ചുരുങ്ങിയ രീതിയിൽ തന്നെ നമ്മൾ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നില്ലേ? അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ മറ്റു രാജ്യത്തെക്കാട്ടിലും ഇപ്പം നമുക്ക് ഒന്നുകൂടെ ഒരു ഉണർവുണ്ടാകും. അപ്പം എന്താണ് അതിനെക്കുറിച്ച്? അങ്ങനെയാണെങ്കിൽ ശരിയാണ്, നമുക്ക് നേട്ടങ്ങളില്ല എന്ന് പറയുന്നില്ല. IIT, പിന്നെ ISRO, പിന്നെ ISER പോലുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ല ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരാ. കാരണം നമ്മുടെ ശാസ്ത്ര വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരുപാട് ശാസ്ത്ര വിദ്യാർത്ഥികൾ ഇന്ത്യയിലുണ്ട്. അവർക്കൊക്കെ ആക്സസിബിൾ അല്ല ഈ IIT, ISER പോലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ മറ്റുള്ള അത്തരത്തിലുള്ള ഈ IIT പോലുള്ള സ്ഥാപനങ്ങളുടെ അത്ര വളർന്നിട്ടില്ലാത്ത മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫണ്ടിങ് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ 1%-ഓ അതിൽ കൂടുതലോ നമ്മൾ ഈ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ചെലവഴിക്കണം എന്ന് പറയുന്നത്. വിനയ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്രരംഗത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് അല്ലേ? നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ വിനയ്, താങ്ക് യു. നമ്മളോട് അടുത്തായിട്ട് ചേരുന്നത് അനീഷയാണ്. അനീഷ തൃശ്ശൂരിൽ നിന്നാണ്. ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അനീഷ. അപ്പം അനീഷയ്ക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട് നാളത്തെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിട്ടുള്ളത്? നമ്മളെപ്പോലുള്ള യുവതലമുറ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വിദ്യാഭ്യാസ മേഖല തന്നെയായിരിക്കും. ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പം AI-യുടെ കടന്നുവരവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്രം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്.
ആ ഒരു പ്രാധാന്യം ഇത്തവണ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ അതിന് മുന്നത്തെ വർഷത്തേക്കാളും 7.99% വർധനമാണ് ഉണ്ടായത്. ഏകദേശം 47,620 കോടി രൂപയോളം അവര് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെ എന്താ പറയാ മുടക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകും തന്നെയാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉന്നത വിദ്യാഭ്യാസത്തിനും വേണം. അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്, തുടർന്ന് പഠിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും നാളെ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷ കൊള്ളുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അനീഷ, നമ്മള് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് മുന്നിലുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം ഈ IIT, എയിംസ് പോലെയുള്ള ഇതൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ചെന്നൈ, തമിഴ്നാട് അങ്ങനെയുള്ള. അപ്പം നമുക്ക് ഇത്തവണയെങ്കിലും എയിംസ് നമുക്ക് ഇത്തവണയെങ്കിലും പ്രതീക്ഷിക്കാം. എന്താണ് അനീഷയുടെ ഒരു എന്താണ് അനീഷ? നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്. കാരണം ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഉയർന്ന ഒരു കുതിച്ചുചാട്ടം തന്നെയായിരിക്കും കേരളത്തിന് എയിംസ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വരണം എന്ന് തന്നെയാണ് ആഗ്രഹവും, വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. അടുത്ത നമ്മോട് ചേരുന്നത് അതുലാണ്. അതുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള, താല്പര്യമുള്ള ഒരാളാണ്. അപ്പം അതുൽ, എന്താണ് നാളത്തെ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് അതുലിൻ്റെ ആകാംക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷ? എനിക്ക് പറയാനുള്ളത് അഗ്രികൾച്ചർ മേഖലയെ കുറിച്ചാണ്. ഇന്ത്യയുടെ 16% GDP അഗ്രികൾച്ചർ മേഖലയിലാണ് ഉള്ളത്. അപ്പം അത് കഴിഞ്ഞ ഈ 2023-24 വർഷങ്ങളിൽ അത് 19% അപ്പം ആ ഒരു വർഷത്തെ ഗ്യാപ്പിലാണ് അത് 16% കുറഞ്ഞിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും. 10.26 GDP കാർഷികത്തിൽ നിന്നായിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് അതേപോലെ തന്നെ ഇപ്പൊ കുറഞ്ഞിരിക്കുന്നു. 9.24% ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയിലെ GDP വരുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു കുറവ് വരുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാർമേഴ്സിന് കിട്ടേണ്ട നികുതി കുറവോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന താങ്ങുവില ഒന്നും കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം അഗ്രികൾച്ചർ ഇല്ലാതെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം 16% GDP വരുന്നത് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു മേജർ ആയതുകൊണ്ട് കൂടി കൂടുതൽ എന്താ പറയാ ബഡ്ജറ്റിൽ നിന്ന് കൂടുതൽ അഗ്രികൾച്ചർ സെക്ടേഴ്സിന് കൊടുക്കണം. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ റബ്ബർ. അപ്പം കേരളത്തിൽ ഇപ്പം റബ്ബർ കാർഷികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കേരളത്തില് 50% കൃഷിയും ഇപ്പം തേയില, കോഫി ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ കൃഷി ചെയ്യുന്നത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് റബ്ബറിന് താങ്ങുവില കൂട്ടുന്നതോറും അവർക്ക് അത് പ്രചോദനമാവുകയും നമ്മുടെ കൃഷി കൂടുതൽ ആളുകൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ബഡ്ജറ്റിൽ കാർഷിക ഭാഗത്തേക്ക് കൂടുതൽ ബഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊഴിഞ്ഞുപോയ GDP, അത് 16% എന്നുള്ള GDP നമുക്ക് വീണ്ടും തിരിച്ച് 19 എത്തിക്കാൻ കഴിയും. എനിക്കതാണ് പറയാനുള്ളത്. അതിൽ പറഞ്ഞ പോലെ തന്നെ കർഷകരാണ് നമ്മുടെ എല്ലാം. അപ്പം കർഷകരെ മറക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പാക്കേജെങ്കിലും കർഷകർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഒരു പാക്കേജ് അല്ല, കർഷകർക്കായി എന്തായാലും നിർബന്ധമായ ഒരു ബഡ്ജറ്റ് വേണം. താങ്ങുവില കൂട്ടുക തന്നെ വേണം. എന്നാൽ മാത്രമേ കർഷകർക്ക് ഇനി സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പൊ തന്നെ കർഷകരുടെ ആത്മഹത്യ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ന്യൂസാണ്. അപ്പം അതിനൊരു മാറ്റം എന്തായാലും വേണ്ടതാണ്. അപ്പം നാളത്തെ ബഡ്ജറ്റിൽ എന്തായാലും കർഷകർക്ക് വേണ്ടി ഒരു താങ്ങുവില വർധനവ് ഉറപ്പായി ഉണ്ടാകണം. അടുത്തായിട്ട് നമ്മളോട് ചേരുന്നത് സ്പോർട്സ് മേഖലയിൽ ഒരുപാട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. ഏകദേശം എൻ്റെ പേരിനോട് ഏകദേശം സാമ്യമുള്ളൊരു പേര് തന്നെ ആണ് ഇദ്ദേഹത്തിൻ്റെയും. ഗൗതമൻ, നമസ്കാരം. അപ്പം എന്താണ് സ്പോർട്സ് തന്നെ ആയിരിക്കുമോ? എന്താണ് പ്രതീക്ഷ? സ്പോർട്സ് തന്നെ ആണോ അതോ? സ്പോർട്സ് തന്നെയാണ്.
അപ്പം എന്താണ് ഗൗതമൻ്റെ ഒരു പ്രതീക്ഷ നാളത്തെ ഒരു ബഡ്ജറ്റ് അവതരണം ആക്കി നിൽക്കും? ബഡ്ജറ്റിനെ എല്ലാവരും നാളെ ഒരു നെഗറ്റീവ് ഫേസോടെ നോക്കി കാണുമ്പോൾ എനിക്ക് കായിക മേഖലയിൽ നല്ലൊരു വളർച്ച തന്നെ സംഭവിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നാഷണൽ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെറാഡൂണിൽ വെച്ചാണ് നാഷണൽ ഗെയിംസ് നടക്കുന്നത്. അപ്പോൾ നാഷണൽ ഗെയിംസിന് കഴിഞ്ഞ പ്രാവശ്യത്തെ നാഷണൽ ഗെയിംസ് വെച്ച് നോക്കുമ്പോൾ 100 കോടിയിലധികം രൂപയാണ് ഇപ്രാവശ്യം ചിലവാക്കിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിലെ ഒരു സ്വർണം പോലും കിട്ടാനാവാത്തതിൻ്റെ ഒരു മാനനഷ്ടം അത് വളരെ നന്നായി തന്നെ ഗവൺമെൻറ്റിന് തിരിച്ചടിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് വീണ്ടെടുക്കാൻ മോഡി സർക്കാർ നന്നായി പരിശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തന്നെ ഒരു പ്രസ്താവന ഈ അടുത്ത് നടത്തിയിരുന്നു. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ വെച്ച് നടത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും അടുത്ത ഒളിമ്പിക്സിൽ കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം നൽകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നാളത്തെ ബഡ്ജറ്റിൽ ഒരുപാട് കായിക താരങ്ങൾക്കായാലും അക്കാഡമികൾക്കായാലും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പുരോഗമനം നടത്താൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഫണ്ടിങ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗതം പറഞ്ഞ പോലെ നമ്മൾ ഒളിമ്പിക്സിൻ്റെ നമ്മൾ 2036 ഒളിമ്പിക്സ് 36 ഒളിമ്പിക്സ് നമ്മുടെ ഇന്ത്യ വെച്ച് നടത്തണമെന്ന് മോദി എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്കിതിനകത്ത് തൽക്കാലം വെക്കാം. എന്താണ് നാളെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ക്രിക്കറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം അതുപോലെ തന്നെ ഗൗതമിൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റേതെങ്കിലും ഒരു സ്പോർട്സ് മേഖലയിൽ പ്രത്യേകമായ ഒരു പാക്കേജ് ക്രിക്കറ്റ് അല്ലാതെ കൊണ്ടുവരുമോ? എക്സാമ്പിൾ ഫുട്ബോൾ പോലെ. കാരണം നമ്മൾ ഫിഫ ഒക്കെ നമ്മളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്പോർട്സിന് മാത്രമല്ല ഒരു ഇവൻറ്റിന് മാത്രമായിട്ട് കൊണ്ടുവരുമോ? അതോ ടോട്ടലായി ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് മാത്രമായി ഒതുങ്ങി നിൽക്കുമോ? മറ്റ് കായിക ഇനങ്ങളെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഒരു വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ക്രിക്കറ്റിന് എന്തുകൊണ്ട് റവന്യൂ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റിന് ഇവിടെ ആരാധകരുള്ളത് കൊണ്ട് തന്നെയാണ്. ആരാധകർ വരുമ്പോഴാണ് നമുക്ക് ഇതിന് ഗവൺമെൻറ്റിന് ഒരു റവന്യൂ കിട്ടുമ്പോഴായിരിക്കും തീർച്ചയായും ഗവൺമെൻറ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇത്രയധികം ഫാൻസ് ഉള്ള ഒരു സ്പോർട്സാണ് ഫുട്ബോൾ. ഈ ഒരു സ്പോർട്ടിന് നല്ലൊരു അന്തരീക്ഷം ഒരുക്കി കൊടുത്താൽ അതിൻ്റെ റവന്യൂ കിട്ടാൻ പോകുന്നത് ഗവൺമെൻറ്റിന് തന്നെയാണ്. അപ്പോൾ കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ക്യാമ്പുകൾ, അക്കാഡമികളും ടൂർണമെൻറ്റുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയൊക്കെ കേരളത്തിൽ ഈ അടുത്താണ് തുടങ്ങിയത്. ഇതിൽ നിന്ന് ഗവൺമെൻറ്റിന് നല്ലൊരു റവന്യൂ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഫുട്ബോളിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ഗൗതമൻ.